റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂമി കുംഭകോണത്തിന്റെ കൂടുതൽ രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. BPL-ന് ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ കർണാടക സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചുപിടിക്കാൻ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവ് റിപ്പോർട്ടറിന് ലഭിച്ചു. BPL കമ്പനി പാട്ടക്കരാർ വ്യവസ്ഥ ലംഘിച്ചെന്നും അനുവദിച്ച ഭൂമിയിൽ 5% പോലും ഉപയോഗിച്ചിട്ടില്ല എന്നും കാട്ടി 2005 നവംബറിൽ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാണ് പിന്നീട് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചത്. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. 1995 രാജീവ് ചന്ദ്രശേഖറിന്റെ BPL കമ്പനിക്ക് വ്യവസായം തുടങ്ങാൻ കർണാടക സർക്കാർ 150 ഏക്കർ ഭൂമി പാട്ടത്തിന് കൊടുക്കുന്നത്. ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയായിരുന്നു കർഷകരുടെ കയ്യിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങി കൈമാറിയത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി 10 വർഷം ഒന്നും ചെയ്തില്ല. ആകെ അനുവദിച്ച് കിട്ടിയ ഭൂമിയിൽ വെറും 5% മാത്രമാണ് ചെയ്തതെന്നും ഇത് പാട്ടക്കരാർ ലംഘനമാണെന്നും ഭൂമി തിരിച്ചെടുക്കുന്നു എന്നുമാണ് 2005 നവംബർ 30 കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിലുള്ളത്. അതേസമയം KC വേണുഗോപാലും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ രാജീവിനെതിരെ ചെറുവിരൽ അനക്കാത്തതെന്ന് DYFI നേതാവ് A. റഹീം പറഞ്ഞു. KC വേണുഗോപാൽ രാജീവ് ചന്ദ്രശേഖർ ഡീലിന്റെ ഭാഗമായിട്ടാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളത്തിലെ BJP അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കർഷകരുടെ കുടുംബത്തിലുള്ളവർക്ക് വലിയ വ്യവസായം തുടങ്ങിയാൽ അതിന്റെ ഗുണമുണ്ടാകും എന്ന് കരുതിയാണ് കർഷകർ ഭൂമി വിട്ടു നൽകിയതും അത് സർക്കാർ ഏറ്റെടുത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിക്ക് കൊടുത്തതും. രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. പാട്ടക്കരാർ ലംഘിച്ചതുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കുകയാണെന്ന ഉത്തരവും സർക്കാർ ഇറക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.